ശ്രീ രാജു പി നായർ, നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച ബാധ്യത, കുറേ അധികം പദ്ധതികൾ, അതിൻ്റെ പ്രഖ്യാപനം, ഇതൊക്കെ നടപ്പാക്കാനും മുൻ സർക്കാരുകൾ വരുത്തിവെച്ച മുൻ സർക്കാരിൻ്റെ ബാധ്യത ഉൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുമുള്ള എന്തൊക്കെ പോംവഴികളാണ് ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ഇടക്കാല ബജറ്റിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ വളരെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരു അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പൊതുകടം ഒക്കെ നമ്മൾ മാറ്റി നിർത്തി, അതൊക്കെ നമ്മൾ സംസാരിച്ചു, ഒറ്റെല്ലാം മാറ്റി നിർത്തിയാലും കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ബജറ്റ്, അത് സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പുള്ളൊരു ബജറ്റ് വോട്ട് കണക്ക് ഉണ്ടാക്കി പാസ്സാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പുതിയ ഗവൺമെൻറ് ആയിരുന്നു ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ അവർ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടൊരു സമ്പൂർണ്ണ ബജറ്റാക്കി. അന്ന് ഈ പ്രഖ്യാപിച്ച ബജറ്റിൽ തന്നെ 20,500 കോടി രൂപ കുറവുണ്ടായിരുന്നു എന്നുള്ള നമുക്കറിയാം. ഇപ്പോൾ അതിന് തർക്കത്തിലുള്ള വിഷയമില്ല. കാരണം ഇന്നലെ മുൻ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 20,500 കോടി രൂപ കുറവുണ്ടെന്നും അതെങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും കോടികളുടെ 20,500 കോടി രൂപയുടെ ബജറ്റിൽ കുറവുള്ള സമയത്താണ് പുതിയ സർക്കാർ അധികാരത്തിലേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടേറെ കൊടുത്ത വാഗ്ദാനങ്ങളും ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കമ്പൾസീവായിട്ടുണ്ടായിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്തത് കടമെടുത്താണ് പോയത്. പുതിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ലാതെ കടമെടുപ്പ് മാത്രമായിട്ടാണ് പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം പ്രോജക്ട്സിലൂടെ, നമ്മളിപ്പോൾ ഇന്നത്തെ കേരളത്തെ മാത്രം കണ്ടാൽ പോലും ലോങ് ടേം പ്രോജക്ട്സിലൂടെ കേരളത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ദീർഘകാല പദ്ധതികൾ ഉണ്ടാക്കുകയും അതേസമയം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ സഹായത്തോടു കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് എടുത്തത്. ഒരു മിക്സഡ് സമീപനം തന്നെ എടുത്തത്. അതിനകത്ത് ഇപ്പോൾ എന്നും ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എല്ലാം, അല്ലെങ്കിൽ UDF ജനങ്ങളുടെ മുന്നിൽ വെച്ച പദ്ധതിയാണ് സീ ലൈൻ. ആ സീ ലൈൻ പദ്ധതിക്ക് തുടക്കമായിട്ട് നമ്മൾ വലിയൊരു പ്രതീക്ഷയായിട്ട് നമ്മളത് മാറുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് വളരെ വലുതാണ്. കാരണം നമ്മുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു, അത് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കപ്പെടുന്നു, അത് ടൂറിസത്തിലേക്ക് മാറുന്നു. സ്വാഭാവികമായിട്ടും അവിടെ തൊഴിലവസരങ്ങളുണ്ടാകും, അനുബന്ധ തൊഴിലവസരങ്ങളുണ്ടാകും. അത് വലിയ രീതിയിൽ നമുക്ക് ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രോജക്റ്റായിട്ട് അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ടൂറിസ്റ്റുകളെ എന്താ പറയുക, എത്തിക്കാൻ കഴിയുന്ന പ്രോജക്റ്റാണ്. അതുപോലെ തന്നെയാണ് ഏവിയേഷൻ പ്രോജക്ട്സ്. നമുക്ക് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. ഏകദേശം 150-200 കിലോമീറ്ററിനിടയിൽ ആയിട്ട് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. ആ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഏവിയേഷൻ അക്കാഡമി പോലുള്ള അതും വലിയ സാധ്യതകൾ നമുക്ക് തുറന്നിടുന്നതാണ്. സ്പേസ് എക്കണോമി പറഞ്ഞു. സ്പേസ് എക്കണോമി തീർച്ചയായിട്ടും നമുക്ക് അറിയാമല്ലോ, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മുതൽ പഠിച്ച തുമ്പ അവിടെ ഉണ്ട്. ആ തുമ്പയെ പിന്നെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ തുമ്പ ഉൾപ്പെടെയുള്ള സ്പേസിനെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പേസ് എക്കണോമി ബിൽഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ AI കാലമാണ്. ആ AI കാലത്തിന് കേരളത്തിൻ്റേതായിട്ടുള്ള AI രംഗത്ത് നിൽക്കുന്ന സ്റ്റാർട്ടപ്പുകളെയും അതുപോലെ തന്നെ പുതിയ കുട്ടികളെയും എല്ലാം ആകർഷിക്കുന്ന രീതിയിൽ, അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മലയാളം AI-യെക്കുറിച്ച് പറഞ്ഞു. ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ പറഞ്ഞു. ഇന്ന് വലിയ ഒരു ഇതാണ്. കാരണം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണെങ്കിലും കോർപ്പറേറ്റ് കൺവെൻഷനുകളാണെങ്കിലും എല്ലാം ഇന്ന് കൊച്ചി ഇന്നൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ഇന്നത്തെ ആ ഡെസ്റ്റിനേഷൻ എല്ലാം 2-3 ഉള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ്. അതിനേക്കാൾ വിപുലമായിട്ടുള്ള ഒരു കൺവെൻഷൻ ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തെ, കൊച്ചിയെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ അത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റവന്യൂ കൂടുതലുണ്ടാകുന്ന ടൂറിസത്തെ അതുപോലെ കൺവെൻഷൻ, ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്ററുകളാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തിന് തൊഴിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളും അതേസമയം തന്നെ ദുർബല വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷം കണ്ടത് പട്ടികജാതി വിഭാഗങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. ഈ ബജറ്റ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിനുശേഷം 50% ബജറ്റ് വിഹിതം വെട്ടിക്കളഞ്ഞ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പട്ടികവർഗ വിഭാഗത്തെ എല്ലാം നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതി ഉണ്ടായി. അവരുടെ ട്രാക്ക് റെക്കോർഡ് ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലത്തെ നിർമ്മിച്ച വീടുകളെക്കാൾ കുറവാണ്. 10 വർഷം നിർമ്മിച്ച വീടുകളെങ്കിലും അതിനകത്ത് തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഘടനാപരമായ പ്രശ്നമുണ്ടായിരുന്നു. കാരണം ദുർബല വിഭാഗങ്ങൾക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ ലൈഫ് ഭവന പദ്ധതി വന്നപ്പോൾ അവർക്ക് അർഹമായിട്ടുള്ളത് കിട്ടാത്ത സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് മത്സ്യത്തൊഴിലാളികൾ.
നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പാണ് ആ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള, കാരണം ആ മേഖലയിൽ അനുഭവിക്കുന്ന ആ ദുരിതം കൊണ്ടാണ് അന്ന് മുൻഗണന കൊടുക്കണമെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അതിന് പരിഹാരമാവുന്ന രീതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേകമായ ഭവന പദ്ധതി ആവിഷ്കരിക്കുന്നു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ കാലാവസ്ഥ ഒന്ന് പ്രതികൂലമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രോളിങ്ങിന് പോകരുത്, മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറയും. ആ പോകരുത് എന്ന് പറയുന്ന ദിവസം അവൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സർക്കാർ പറയുന്നത് അങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ചേർത്ത് പിടിക്കും, അവർക്ക് അന്നത്തെ ദിവസം വേതനം കൊടുക്കുന്ന രീതിയിലൊക്കെ അവർക്കൊരു അലവൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കുന്നു. വലിയ ആവശ്യമാണ്. ഞങ്ങളൊക്കെ തീരദേശത്തൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട്. വലിയ ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ദുർബല വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും അതേസമയം തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ദീർഘകാല പദ്ധതികളുമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ ദീർഘകാല പദ്ധതികൾ, അതിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനം, അതുവഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന ഒരു ഭാഗം താങ്കൾ വിശദീകരിച്ചു. നേരത്തെ താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അദ്ദേഹം തന്നെ സംബന്ധിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തന്നെ ഉയർത്തിയിട്ടുള്ള ചില വിമർശനങ്ങളുമുണ്ട്. ഞാൻ 2ാം റൗണ്ടിൽ അത് ചോദ്യങ്ങളായി താങ്കളുടെ മുന്നിൽ എത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.